നമസ്കാരം. ഇന്ന് നമുക്ക് templeaddress.comൻ്റെ AI വാട്സപ്പ് ചാറ്റ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ക്ഷേത്രത്തിന് സൗജന്യമായി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാമെന്ന് നോക്കാം. ഇത് നിർമ്മിക്കാനായി പ്രത്യേകിച്ച് സാങ്കേതിക അറിവുകളോ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായമോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും വാട്സപ്പും ഉണ്ടെങ്കിൽ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷേത്ര പരിസരത്തായിരിക്കുന്നതാണ് നല്ലത്. കാരണം ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ, അവിടുത്തെ ലൊക്കേഷൻ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് തുടങ്ങാം. ആദ്യമായി സ്ക്രീനിൽ കാണുന്ന ടെമ്പിൾ അഡ്രസ്സിൻ്റെ വാട്സപ്പ് നമ്പർ, ഇതിലേക്ക് നമ്മളൊരു ഹായ് മെസ്സേജ് അയയ്ക്കുക. എന്നിട്ട് മറുപടിക്കായി കാത്തിരിക്കുക. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം, ഇംഗ്ലീഷ്, മലയാളം. ഞാനിതിൽ ഇംഗ്ലീഷാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ടെമ്പിൾസ്, പൂജ ബുക്കിംഗ്, മോർ സർവീസ് എന്നിങ്ങനെ പല മെനു കാണാം. ഇതിൽ ഫൈൻഡ് ടെമ്പിൾസ് എടുത്താൽ നമുക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. പൂജ ബുക്കിംഗ് എടുത്താൽ നമുക്ക് ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും പൂജ ബുക്ക് ചെയ്യാം. ഇനി മോർ സർവീസിലാണ് നമുക്ക് മറ്റു സേവനങ്ങൾ കാണാൻ പറ്റുക. നമ്മൾ മോർ സർവീസിൽ പോയി വരുന്ന ഈ ലിങ്ക്, ക്ലിക്ക് ഹിയർ എന്ന് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം വ്യൂ സർവീസസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ആസ്ട്രോളജേഴ്സ്, പൂജാരി, അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ നൽകുന്നവർ, ഫെസ്റ്റിവൽ ഇവൻറ്റ്സ്, ടെമ്പിൾ സ്റ്റോറീസ്, സ്പെഷ്യൽ പൂജകൾ, എന്തെങ്കിലും പ്രത്യേകമായി നടത്തുന്ന പൂജകളോ യജ്ഞങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇവിടെ ഈ സപ്പോർട്ടിൽ ടെമ്പിൾ അഡ്രസ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് മെസ്സേജ് അയക്കാനും ഉള്ള സൗകര്യം. ഈ സെറ്റിങ്സ് മെനുവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭാഷ, അഡ്രസ്സ്, പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല. ഈ ആഡ് ഡീറ്റെയിൽസ് എന്ന് കാണുന്ന മെനു, ഇതുവഴിയാണ് നമുക്ക് ക്ഷേത്രങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുക. ഈ ആഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ആഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കാണാം ആഡ് ടെമ്പിൾസ്, ആഡ് സർവീസസ്, ആഡ് ഇവൻറ്റ്സ്, വ്യൂ മൈ ലിസ്റ്റിംഗ് എന്നൊക്കെ. ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ആഡ് ടെമ്പിൾസ് എടുക്കുക. ആഡ് ടെമ്പിൾസ് എടുത്താൽ നമുക്ക് ഈ ടെമ്പിൾ അഡ്രസ്സിൻ്റെ മീനാക്ഷി എന്ന പേരുള്ള ചാറ്റ് ബോട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതിൽ സ്റ്റാർട്ട് ടെമ്പിൾ ഫ്ലോ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇത് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ടെമ്പിൾ നെയിം, ക്ഷേത്രത്തിൻ്റെ പേര്. ഞാനിപ്പോൾ ഉദാഹരണത്തിൻ്റെ ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന് കൊടുക്കുകയാണ്. ശ്രീകൃഷ്ണ ടെമ്പിൾ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് പോകും, നമുക്കത് കാണാം. ഇനി അടുത്തതായിട്ട് ഇനി സബ് ടൈറ്റിൽ ഓർ ഷോർട്ട് ടാഗ് ലൈൻ. ഇപ്പോൾ ക്ഷേത്രത്തിന് മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ, അറിയപ്പെടുന്ന പേരുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സ്കിപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുത്താലും മതി. പിന്നെ അടുത്തായിട്ട് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഇതെന്താണ്, ടെമ്പിളാണോ, കാവാണോ, ജൈൻ ടെമ്പിളാണോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഹിന്ദു ടെമ്പിൾസ് എടുക്കുക ക്ഷേത്രമാണെങ്കിൽ. അടുത്തത് ടെൽ മി എ ലിറ്റിൽ അബൌട്ട് ദ ടെമ്പിൾ, യു ക്യാൻ ടൈപ്പ് ഓർ സെൻഡ് എ വോയിസ് നോട്ട്. ഇവിടെ നമുക്ക് ഈ മൈക്കിൻ്റെ ചിത്രം കാണുന്നുണ്ടല്ലോ, ഇത് ഞെക്കി പിടിച്ചുകൊണ്ടൊരു വോയിസ് നോട്ട് അയക്കാം, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിളോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദിസ് ഈസ് an ancient Krishna temple with 500 years old. It's a famous temple in Kozhikode. ഇനി നമ്മൾ ഈ ആരോ മാർക്കിൽ തൊടുക, ആ മെസ്സേജ് പോയി. അടുത്തായിട്ട് അവർ ചോദിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഫോട്ടോയാണ്. നമുക്കൊന്നെങ്കിൽ ടേക്ക് ഫോട്ടോ എന്നെടുത്താൽ ക്യാമറ വെച്ച് നമുക്കിപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാം ക്ഷേത്ര പരിസരത്താണെങ്കിൽ. അല്ലെങ്കിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അപ്ലോഡ് ഇമേജ് എടുത്തു, എന്നിട്ട് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഈ സെൻഡ് ഫയൽസ് എന്ന് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യാം. ആ മെസ്സേജ് പോയി. അടുത്ത വാട്ട് ഈസ് ദ ലൊക്കേഷൻ നെയിം ഓർ ലാൻഡ് മാർക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു ലൊക്കേഷൻ നെയിം കൊടുക്കുക. ഞാനിപ്പം തളിന്ന് കൊടുത്തു. അടുത്ത സിറ്റി ഞാൻ കോഴിക്കോട് കൊടുത്തു. സ്റ്റേറ്റ് കേരള. പിൻകോഡ് 67301. ഫുൾ അഡ്രസ് നമ്മൾ കൊടുക്കുക ശ്രീകൃഷ്ണ ടെമ്പിൾ, തളി, കോഴിക്കോട്. അടുത്ത ടാബ് ബിലോ ടു ക്യാപ്ചർ എക്സാക്ട് GPS ലൊക്കേഷൻ. അതായത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൃത്യമായ ലൊക്കേഷൻ കൊടുക്കണം. അതിനാണ് ഇത് ചോദിക്കുന്നത്.
ഇവിടെ ഇത് തൊട്ടാൽ മതി. ഇത് തൊടുമ്പോൾ നമ്മൾ ക്ഷേത്ര പരിസരത്ത് തന്നെ ആയിരിക്കണേ. യൂസ് മൈ ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ടിപ്പം ഈ ബ്രൗസറിൽ ഒരു ലൊക്കേഷൻ ആസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് അലോ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ലൊക്കേഷൻസ് കിട്ടി. അടുത്തത് പ്രൈമറി കോൺടാക്റ്റ് നമ്പർ. ഇത് ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോൺ നമ്പർ കൊടുക്കുക. ലാൻഡ് ലൈൻ നമ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫീഷ്യൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അടുത്ത വാട്സപ്പ് നമ്പർ. വാട്സപ്പ് നമ്പർ നേരത്തെ കൊടുത്ത നമ്പർ അല്ലെങ്കിൽ നമുക്കതോടെ ടൈപ്പ് ചെയ്യാം. 9400112233 വാട്സപ്പ് നമ്പർ കൊടുത്തു. അടുത്തത് ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇനി കമ്മിറ്റിയുള്ള ആരുടെങ്കിലും ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യാം. അടുത്ത ഇനി മോർ ഫോട്ടോസ് ഫോർ ദ ഗാലറി. അതായത് ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോകൾ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ അപ്ലോഡ് ഇമേജ് എടുക്കാം. വേറെയും കുറച്ച് ഫോട്ടോസ്, മൾട്ടിപ്പിൾ ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. 4 ഫോട്ടോസ് എടുത്തു. ഇപ്പോൾ കണ്ടില്ല, സെൻഡ് 4 ഫയൽസ് എന്ന് തൊടുക. 4 ഫയൽസ് സെൻഡായി. അടുത്ത അപ്ലോഡ് ഫോട്ടോസ് ഓഫ് ദ പൂജ ലിസ്റ്റ്. അതായത് നമ്മൾ ക്ഷേത്രത്തിലെ വഴിപാടുകൾ എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പൂജ വഴിപാട് വിവരങ്ങളുടെ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ അത് നമുക്കിതുപോലെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് വഴിപാട് വിവരങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇതൊന്നും നമുക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഒരേ സമയം. അടുത്തത് അതർ ഡോക്യുമെൻറ്റ്സ്, PDF ഓർ ഇമേജ്, ബ്രോഷർ ഓർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ടെമ്പിൾ. നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരണങ്ങൾ അടങ്ങിയ ലേഖനങ്ങളോ ബ്രോഷറോ നോട്ടീസോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കൊരു PDF ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ എന്തെങ്കിലും കൊടുക്കാം. ഏതെങ്കിലും പുസ്തകങ്ങളുടെ ചട്ടയോ എന്തെങ്കിലും ആയാലും മതി. അപ്പം നമ്മൾ അതിവിടെ സെലക്ട് ചെയ്യാം. കലിങ്ങമായിട്ട് ഒരു ലേഖനം എടുത്തു, അയച്ചു. ഇനി ഇല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്താൽ മതിയാ. അടുത്ത നെയിം ഓഫ് ദ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലപ്പെട്ട വ്യക്തി ആരാന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മിസ്റ്റർ രാമകൃഷ്ണൻ ഇതു. അടുത്ത അദ്ദേഹത്തിൻ്റെ സ്ഥാനം, പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രസ്റ്റി, എക്സിക്യൂട്ടീവ് ഓഫീസർ, ട്രഷറർ, അങ്ങനെ ഏതെങ്കിലും ഒന്നും നമുക്കെടുക്കാം. ഞാനിവിടെ പ്രസിഡൻറ്റ് എടുത്തു. അടുത്ത അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്. അത് അറിയെങ്കിൽ ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് ട്രസ്റ്റാണോ കമ്മിറ്റിയാണോ പ്രൈവറ്റ് ആണോ വിവരങ്ങൾ. ഞാനിവിടെ കമ്മിറ്റി എടുത്തു. അടുത്തത് ഹൂ ഈസ് ദ മെയിൻ ഡേറ്റി. ക്ഷേത്രത്തിലെ പ്രധാന ദേവത ആരാണ്. എടുക്കാനും ലോർഡ് കൃഷ്ണ എടുത്തു. പിന്നെ അടുത്ത ഉപദേവതകൾ. ഉപദേവതകൾ ഒന്നിലധികം ഉണ്ടാവാം. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ 2-3 ഉപദേവതകൾ എടുക്കാം. ഗണപതിയും ഭഗവതിയും എടുത്തു. ഇനി ഇല്ലെങ്കിൽ നമുക്കിവിടെ സ്കിപ്പ് ചെയ്യാം. അടുത്ത മോർണിംഗ് ഓപ്പണിംഗ് ടൈം. ഈ മോർണിംഗ് ഓപ്പണിംഗ് ടൈം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ക്ലോക്ക് വരും. രാവിലെ നട തുറക്കുന്ന സമയം 5 മണിയാണെങ്കിൽ ക്ലോക്ക് 5 കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെറ്റ് എന്ന് കാണാം. ഈ സെറ്റ് തൊടുക. എന്നിട്ട് ഈ ഏരോ മാർക്ക് ഒന്നുകൂടി അടിച്ചാൽ രാവിലെ നട തുറക്കുന്ന സമയം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി മോർണിംഗ് ക്ലോസിംഗ് ടൈം, അതായത് രാവിലെ നട അടയ്ക്കുന്ന സമയം. അത് രാവിലെ ഒരു 8 മണി കൊടുക്കാം, അല്ല 8:30. ഇവിടെ മിനിറ്റ് സൂചി 30 തന്നെയാണുള്ളത്. നമ്മൾ സെറ്റ് ചെയ്യാം. അതും അയച്ചു. അടുത്ത ഈവനിങ് ഓപ്പണിംഗ് ടൈം, വൈകിട്ട് തുറക്കുന്നത്. അത് നമുക്കൊരു 5:30 കൊടുക്കാം. ഈവനിങ് ക്ലോസിംഗ് ടൈം അത് വേണമെങ്കിൽ നമുക്കൊരു 7:45 ആക്കാം. മിനിറ്റ് സൂചി 45 കൊണ്ടുപോകാം. സെറ്റ് ചെയ്യാം, അയക്കാം. ഷെയർ ദ സ്റ്റോറി ഓഫ് ദ ടെമ്പിൾ. നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കഥകൾ അറിയെങ്കിൽ അത് ഒന്നെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിവിടെ മൈക്കിൻ്റെ ചിത്രം കണ്ടല്ലോ, ഇത് തൊട്ടിട്ട് സാധാരണ വാട്സപ്പിൽ വോയിസ് അയക്കുന്ന പോലെ തന്നെ വോയിസ് അയക്കാം. ഇത് തൊടുക. എന്നിട്ട് നമ്മൾ സംസാരിക്കുക. ഇതിപ്പോൾ റെക്കോർഡിങ് കാണാം. ഇത് വളരെ എന്താ പറയുക, പ്രാചീനമായൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ
നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ മതി. അത് ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റും. നിങ്ങളുടെ വോയിസ് അതേപോലെ ഒരിക്കലും കേൾക്കില്ല. അത് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കാണുക. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചുവന്ന ബട്ടൺ ഇത് തൊടുക. ഇത് തൊട്ട് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും. നമുക്കതിവിടെ വോയിസ് ഫയലായിട്ട് സെൻഡ് ചെയ്ത് കാണാം. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ സംസാരിക്കുക. ഇപ്പോൾ റെക്കോർഡിംഗ് കാണാം. ഇനി അടുത്തത് എൻ്റെ ഹിസ്റ്ററിക്കൽ ഡീറ്റെയിൽസ്. അതും ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ വോയിസ് അയക്കാം. ഇപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്തു. അടുത്ത ഡ്രസ് കോഡ് ഫോർ വിസിറ്റേഴ്സ്. നമുക്കിവിടെ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വോയിസ് അയക്കാം. ഇവിടെ ഞാൻ പറയുകയാണ് വിയർ മുണ്ടു ആൻഡ് ഷർട്ട്, പാൻസ് ആൻഡ് ടീഷർട്ട്, ഷർട്ട് നോട്ട് അലൗഡ്. അതുപോലെ നമുക്ക് എന്താണ് ഡ്രസ് കോഡ് ഉള്ളത് ടൈപ്പ് ചെയ്ത് അയക്കാം. അടുത്ത വാട്ട് മേക്ക് ദിസ് ടെമ്പിൾ സ്പെഷ്യൽ. അതായത് നമ്മൾ പറയുന്ന ഓരോ ക്ഷേത്രത്തിനും അവിടുത്തെ ഓരോ ദേവതയ്ക്കും പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ടെമ്പിളിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്യുക, വോയിസ് അയക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ക്ഷേത്ര പരിസരത്തുള്ള ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ അവിടുത്തെ മേൽശാന്തിയോ തന്ത്രിയോ കമ്മിറ്റി മെമ്പറോ ആരെങ്കിലും പറഞ്ഞു തരും. നമുക്കൊരു എക്സാമ്പിളിൻ്റെ ഇപ്പം ഇങ്ങനെ പറയാം. അടുത്തത് എനിത്തിങ് എൽസ് വിസിറ്റേഴ്സ് ഷുഡ് നോ. ഇത് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന ഒരാൾ ഈ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ. അതായത് ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം ഇത്ര മണി വരെ പ്രവേശനമുള്ളൂ, ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് ദിവസങ്ങളിൽ മാത്രമേ സ്ത്രീകളെ പ്രവേശിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളോട്ട് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതുണ്ടോ. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അതൊന്നും നമുക്ക് ടെക്സ്റ്റോ വോയിസോ ചെയ്യാം. അടുത്ത നെയിം ഓഫ് ദ തന്ത്രി. ക്ഷേത്ര തന്ത്രിയുടെ പേരറിയെങ്കിൽ അത് അടിക്കാം. ഞാനിപ്പം ഒരു എക്സാമ്പിൾ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി. അടിച്ചു. അടുത്ത UPI ID ഫോർ ഡൊണേഷൻസ്. നമുക്ക് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും സംഭാവന ഓൺലൈൻ വഴി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്ക് ചെയ്യാൻ UPI ID അറിയുന്നത് നല്ലതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പല സ്ഥലത്തും സ്റ്റിക്കറിൽ ഒട്ടിച്ചിട്ടത് കാണാം. UPI ID സാധാരണ ഇങ്ങനെ വരും. ഇപ്പം ശ്രീകൃഷ്ണ ടെമ്പിൾ അറ്റ് UPI ഇങ്ങനൊരു ഫോർമാറ്റിലാണ് UPI ID ഉണ്ടാവുക. അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അടുത്ത് വയ്ക്കുന്ന UPI QR കോഡ് ഇമേജാണ്. ഇത് നമുക്ക് ക്ഷേത്രങ്ങളുടെ കൗണ്ടറിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചിട്ടത് കാണാം. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ടേക്ക് ഫോട്ടോ എടുക്കുക. ഫോട്ടോ വരുന്നുണ്ടല്ലോ ഗൂഗിൾ പേ. ഇതിൻ്റെ ഈ QR കോഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. അധികം കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അതും എന്നിട്ട് സെൻഡ് ഫയൽസ് അടിക്കുക. അടുത്ത മെയിൻ ഇവൻറ്റ് ഷെയർ ഷോർട്ട് നോട്ട്സ്. ആ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ കുറിച്ചുള്ള വിവരങ്ങൾ അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ വോയിസ് ചെയ്യാം. ഇതിപ്പം പ്രതിഷ്ഠാ ദിനം, ഇപ്പം നമ്മൾ പറയുമ്പോൾ ചിങ്ങം 10 അത്, പിന്നെ സപ്താഹം എവരി മാർച്ച്, ഇതുപോലെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുക. അടുത്ത അറ്റാച്ച് ഫോട്ടോ ഓർ ഫയൽസ് അബൌട്ട് ഇവൻറ്റ്സ്. നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെക്കുറിച്ചുള്ള നോട്ടീസോ മുൻ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും അടിച്ച നോട്ടീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്ലക്സോ ബോർഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ചോദിക്കുന്നത്. അതിവിടെ അപ്ലോഡ് ഫയൽസ് എടുക്കാം. ഇതിപ്പോൾ ഒരു നോട്ടീസാണ്. ഈ നോട്ടീസ് അയക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്
സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കിയിട്ട് നമുക്ക് എല്ലാ വിവരങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സ്പെല്ലിങ്ങോ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇനി സബ് ടൈറ്റിൽ ഷോർട്ട് ടാഗ് ലൈൻ ഇത് കൊടുത്തിട്ടില്ല, ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഒന്നുകൂടി. തളി കൃഷ്ണക്ഷേത്രം എന്നൊരു പേരിൽ കൂടെ ഇത് അറിയപ്പെടുന്നുണ്ടെന്ന് എഴുതാം. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് വിടാം. പിന്നെ നമുക്കൊരു ദേവതയെ കൂടി ചേർക്കണമെങ്കിൽ ഇവിടെ വന്നിട്ടത് എഡിറ്റ് കൊടുത്താൽ മതി. ദേവതകളുടെ സെക്ഷൻ ഒന്നുകൂടി എഡിറ്റിലോട്ട് വരിക. ടെമ്പിൾസ് ഇവിടെ എഡിറ്റ് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ അയ്യപ്പനെ കൂടി ചേർക്കുകയാണ്. അപ്പം ഇവിടെ അയ്യപ്പ സെലക്ട് ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ എടുത്തിരുന്ന ദേവതകൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഇപ്പം അതുകൂടി ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ എടുത്ത് നമ്മൾ ഇത്തവണ എടുത്തില്ല. അപ്പോൾ അതൊന്നുകൂടി എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ അയ്യപ്പ, ലോഡ് ഭഗവതി, ലോഡ് ഗണേശ ഇത് സെലക്ട് ചെയ്യാം. ഇതെന്ന് നോക്കി നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് ഡാറ്റകൾ സെർവറിലോട്ട് അപ്ലോഡ് ആവുന്നതിന് കുറച്ച് സമയം എടുക്കും. അത് നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗതയും അവിടുത്തെ റേഞ്ച് അതുപോലെ സെർവറിൻ്റെ തിരക്കിനൊക്കെ അനുസരിച്ച് സമയം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരുപാട് ഫോട്ടോസോ അല്ലെങ്കിൽ വോയിസ് മീഡിയ ഫയൽസൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കും. എന്നാലൊരു 30 സെക്കൻഡിനുള്ളിൽ തീരേണ്ടതാണ്. അത് കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് വന്നു ടെമ്പിൾ സേവ്ഡ് എന്ന് വന്നു. അപ്പോൾ ഇതിനകത്ത് ഈ വ്യൂ ഡ്രാഫ്റ്റ് ലിസ്റ്റിംഗ് എടുത്താൽ നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഡ്രാഫ്റ്റ് രൂപത്തിൽ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യാം. ഇതിപ്പം ഡ്രാഫ്റ്റാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണണമെങ്കിൽ ടെമ്പിൾ അഡ്രസ് മാനേജ്മെൻറ്റ്, അതായത് സ്റ്റാഫ് ആരെങ്കിലും ഇതിനെ മാനുവലി ഒന്ന് റിവ്യൂ ചെയ്യും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ശരിയാന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രമേ പബ്ലിക്കിന് വേണ്ടി ഇത് പ്രസിദ്ധീകരിക്കുള്ളൂ. അതിനാണ് നമ്മൾ വെരിഫൈഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പിൾ അഡ്രസ് സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് പുറകോട്ട് പോയാലും മതി. അവിടെ നിങ്ങളുടെ ഒരു ടെമ്പിൾ ആഡ് ചെയ്യുന്ന ഭാഗം കഴിഞ്ഞു. ഇവിടെ സ്റ്റാർട്ട് ഓവർ കൊടുക്കാം. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പുതിയ ക്ഷേത്രം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് അടിച്ച് ഇത് ക്വിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ മൈ ലിസ്റ്റിംഗ് എന്ന് കാണാം. ഈ വ്യൂ മൈ ലിസ്റ്റിംഗ് എടുത്താൽ മതി. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ക്ഷേത്രങ്ങളും കാണാം. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് എടുത്താലും നമുക്ക് നേരത്തെ കണ്ട അതേ സെക്ഷനിലേക്ക് തന്നെ എത്താം. ഇവിടെ എന്തെങ്കിലും തിരുത്തലുകൾ എടുത്ത് വീണ്ടും കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കാം. ഇനിയല്ല നമുക്ക് ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉത്സവങ്ങളോ ബന്ധപ്പെട്ട സർവീസുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് സർവീസ് എന്നുണ്ടല്ലേ, ഇത് തൊടാം. ഇപ്പോൾ ഇവിടെ സർവീസ് അല്ല, ഫെസ്റ്റിവൽ ആയിരുന്നു വേണ്ടത്. സർവീസ് പോവാം, ആഡ് ഡീറ്റെയിൽസ് എടുക്കാം, എന്നിട്ട് ആഡ് ഇവൻറ്റ്സ് ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ വരാൻ പോകുന്ന ഏതെങ്കിലും ഇവൻറ്റ്സോ ഉത്സവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ടെമ്പിൾ സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ടെമ്പിൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രീകൃഷ്ണ ടെമ്പിൾ എടുത്തു. ഇനി നമുക്കിവിടെ ഇവൻറ്റിൻ്റെ പേരടിക്കാം. ഇത് ഇപ്പോൾ ചെയ്യണമെന്നില്ല, ഇങ്ങനെ സൗകര്യം ഉണ്ടെന്ന്
ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും കഴിയുന്നതും നിങ്ങളുടെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളുടെയും വിവരങ്ങൾ ടെമ്പിൾ അഡ്രസ്സിൽ ആഡ് ചെയ്യാം. അങ്ങനെ പൊതുജനങ്ങൾക്ക് വളരെ ക്ഷേത്ര വിവരങ്ങൾ കിട്ടുവാനും ക്ഷേത്ര കമ്മിറ്റിക്ക് ഭക്തജനങ്ങളുടെ വരവ് കൂട്ടുവാനും അതുപോലെ വഴിപാടുകൾ ഓൺലൈനിലൂടെ നടത്തുവാനും സംഭാവനകൾ സ്വീകരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ